എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് 2 ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് നാളെ വീണ്ടും നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ദിവസം തന്നെയായിരുന്നു എന്ന് പറയാം. എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് സങ്കടങ്ങളാണ് നൽകാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുള്ള സങ്കടം കഴിഞ്ഞ വെള്ളിയാഴ്ച തീർത്തു. പക്ഷേ ആ വെള്ളിയാഴ്ചയിലും പ്രോഫിറ്റ് എടുക്കാത്തവരുണ്ട് എന്നുള്ളത് വേറൊരു സങ്കടമാണ്. ഏതായിരുന്നാലും മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ വീഴും. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കൊണ്ട് തന്നെ 530 പോയിൻറ്റിൻ്റെ റാലിയാണ് വെള്ളിയാഴ്ച നടത്തിയത് താഴത്തേക്ക്. കൃത്യമായി പറയുകയാണെങ്കിൽ 25,168 നിന്ന് 24,801 വരെ. അപ്പോൾ ഏകദേശം 400 പോയിൻറ്റിനകത്ത് ഡൗണായി എന്നുള്ളതാണ്. നോക്കൂ, 365-370 പോയിൻറ്റിൻ്റെ ഡൗണ് ഒറ്റ ദിവസം കൊണ്ട്. നമ്മൾ വീക്കിലി ക്യാൻഡിൽ എടുക്കുമ്പോൾ പ്രീവിയസ് വീക്കിനെ ഇൻഗുൾഫിങ് ചെയ്തുകൊണ്ടാണ് വീക്കിലി ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത് റെഡിൽ. ഇതിൻ്റെ സൂചനകൾ നമുക്ക് വീണ്ടും താഴത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. ഇത്ര ദിവസം നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഈ ആഴ്ച നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് കിട്ടുന്നത് മാർക്കറ്റ് അടുത്ത ആഴ്ച. ഇപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് നേരെ മുകളിലേക്ക് വന്നു, ഹൈ ക്രിയേറ്റ് ചെയ്ത് അല്പം താഴെ ഒരു സിങ്ക് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയി. ഇനി ഇവിടെ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്നു, ഇവിടെ ക്ലോസ് ചെയ്ത് ഇനി വീണ്ടും വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകാം. അതായത് 23,700 23,650-700 റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. കഴിഞ്ഞ 4 ആഴ്ച ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, 2 ഗ്രീൻ ക്യാൻഡിൽ കുറച്ച് താഴെ, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ കുറച്ച് താഴെ, 1 2 3 ഗ്രീൻ ക്യാൻഡിൽ, അവിടെ ഒരു റെഡ് സെക്കൻഡ്. അതേപോലെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു റെഡ്, ഇവിടെ 1 2 3 4 ഗ്രീൻ ക്യാൻഡിൽ നേരെ താഴെ. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രാഷാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെപ്പോഴും പറയുന്ന രൂപത്തിൽ മാർക്കറ്റ് നമുക്ക് ഡൗൺ സൈഡിലേക്കാണെന്നുള്ള ഒരു സൂചനകളും തന്നിട്ടില്ല ഇത്രയും ദിവസം. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം, മാർക്കറ്റ് ആൾ ടൈം ഹൈയിലാണ്. ഒന്ന്, രണ്ടാമത് സ്റ്റോക്കുകളുടെ ചലനങ്ങളെല്ലാം തന്നെ മന്ദഗതിയിലാണ്. ആ ഒരു ബേസിൽ നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരാൻ തന്നെയാണ് ഒരുങ്ങുന്നത് എന്ന് നമുക്ക് ആർക്കും പുഷ്പം പോലെ പറയാൻ കഴിയും. കാരണം മാർക്കറ്റ് എപ്പോഴും ഒരു തലത്തിലേക്ക് എത്തിയാൽ, ഒരു ഉയരത്തിലേക്ക് എത്തിയാൽ വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നത് ഒരിക്കലും ഒരു പ്രായോഗികമല്ല. എപ്പോഴും സിഗ്സാഗായിട്ടാണല്ലോ മാർക്കറ്റ് മൂവ് ആവുക. അതായത് അപ്സൈഡിലേക്കാണെങ്കിലും ഈ ഒരു തരത്തിൽ തന്നെയായിരിക്കും മാർക്കറ്റ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് അല്പം താഴേക്ക് വരാം. ആ ഒരു ഡൗൺ ആണെന്ന് കണക്കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്ന് കണക്കൂട്ടിയാൽ മതി. അതിനെ ഒരു കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈന് വരെ വരാം. അവിടെ നിന്നും താഴെയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈന് വരാം. ഓക്കെ, 22,550. ഇനി അവിടെയും നിൽക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്വിങ്ങായ ഇതുവരെ, അതായത് നമ്മുടെ ഇലക്ഷൻ്റെ മുമ്പുള്ള ഒരു ലോ ഉണ്ടല്ലോ, അതുവരെ അല്ല, അതിന് 21,750 വരെ. ഇത്രയൊക്കെ ഡൗൺ ആകുമോ എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഡൗൺ ആവുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഡൗൺ ആവാം. അതുവരെയൊക്കെ പുഷ്പം പോലെ വരാൻ കഴിയും. 3,000, 3,500, 4,000 പോയിൻ്റല്ല. അതേപോലെ റിക്കവർ ചെയ്യാനും സാധിക്കും. മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ ഇനി താഴേക്ക് തന്നെയാണ്. ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 23,650-700 അവിടെ നിന്നും താഴെ വരികയാണെങ്കിൽ 22,600 ആ റേഞ്ച്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കൂ, ഞാൻ എപ്പോഴും പറയുന്ന രൂപത്തിൽ ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ഫോം ആവുന്നുണ്ട്. മാർക്കറ്റ് താഴേക്ക് വരാൻ തന്നെയാണ് സൂചനകൾ നൽകുന്നത് എന്ന് പലതവണ പറഞ്ഞിരുന്നു. ഓക്കെ, ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ABC ഇങ്ങനെ കണക്ക് കൂട്ടണം. ABC, എയുടെ മേലെ C വരണം. അങ്ങനെ വന്നാലാണ് താഴത്തേക്ക് വരിക, അല്ലാതെ താഴേക്ക് വരില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് 23,910, അവിടെ നിന്ന് താഴെ വരികയാണെങ്കിലാണ് നേരത്തെ പറഞ്ഞ 23,650-700 അവിടെ നിന്നും താഴെ വരികയാണെങ്കിൽ അതുപോലെ തന്നെ 22,600 ആ ലെവൽ. ഓക്കെ, അപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, താഴത്തേക്ക് എന്ന് തന്നെയാണ്. ഇനി
വൺ അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴോ ഇൻട്രാഡേ ചെയ്യുന്നവർക്കും എന്താണ് തോന്നുന്നത്? താഴത്തേക്ക് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ടെക്നിക്കലിൻ്റെ സഹായവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും താഴത്തേക്ക് വരാൻ നിൽക്കുന്നു, താഴത്തേക്ക് വന്നു തുടങ്ങി എന്നൊക്കെ പറയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നാളെ തന്നെ അത് താഴത്തേക്ക് വീണ്ടും വന്നോളണമെന്നില്ല. ചിലപ്പോൾ നാളെ മുകളിലേക്ക് പോകാം, എന്നിട്ടായിരിക്കും താഴേക്ക് വരുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, താഴത്തേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് എടുത്ത് പോകരുത്. ഞാൻ ഉത്തരവാദിയല്ല. ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ രീതികളുണ്ട്. കണ്ടിന്യൂ ആയിട്ട് താഴെ വന്നോളന്നില്ല, ഒന്ന് മുകളിലേക്ക് പോകാം, വീണ്ടും താഴേക്ക് വരാം, അങ്ങനെയൊക്കെയാണ്. വെള്ളിയാഴ്ച നമ്മുടെ ലെവലുകൾ, അതായത് മുകളിലേക്ക് എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എടുത്തു പോകാം എന്നാണ് പറഞ്ഞത്. അതേതായിരുന്നാലും ടച്ച് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. താഴേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് പറഞ്ഞത്. ഒരു അക്യുറസി ആയിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു സിങ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും എന്നുള്ള രീതിയിൽ ഇവിടെ നിന്നാണ് നമുക്ക് പറയാൻ കഴിഞ്ഞത്. കുറച്ച് മേലേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. നെക്സ്റ്റ് റീടെസ്റ്റിന് വേണ്ടി കാത്തു നിന്നു. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചു. ഒരു 100 പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയിൽ. അത് നമ്മുടെ വീഡിയോ വഴി കറക്റ്റായിട്ട് ഫോളോ ചെയ്തവർക്ക് ഒരു 100 പോയിൻറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ ഏതൊക്കെയാണ് ലെവലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേയുടെ താഴെ, അതായത് 24,800 താഴെ നമുക്ക് എടുത്തു വന്നാൽ മതി. 801 വെള്ളിയാഴ്ച ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിന് താഴെ ഇൻ കേസ് വരികയാണെങ്കിൽ നോക്കൂ, താഴത്തേക്ക് എൻട്രി എടുത്ത് വരാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഈ സ്വിങ്ങിലൊരു സപ്പോർട്ട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യും. 24,655-660 ലെവൽ. അതിനും താഴെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നെക്സ്റ്റ് സ്വിങ് വരെ വാച്ച് ചെയ്യാം, 24,520 വരെ. ഓക്കെ, അതിനും താഴെ വരികയാണെങ്കിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്, ഇതുവരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം. വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്തുകൊണ്ട് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എടുത്ത് പോകാൻ പറ്റൂ. ചിലപ്പോൾ 50 പൈസ അല്ലെങ്കിൽ 1 രൂപയുടെയൊക്കെ മാറ്റമായിരിക്കും. പക്ഷേ അത് അത്രയല്ല. ഇനി എന്തായാലും താഴെ വരുന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകും. കാരണം നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പർക്ക് സംഭവിച്ചാണ്. 160 മുകളിൽ എടുക്കാൻ പറഞ്ഞു, 160 വന്നിട്ട് എടുക്കാൻ പറഞ്ഞു. 160 ടച്ചായില്ല, 157-50 എടുത്തു, നേരെ താഴെ പോയി ലോസായി. അപ്പോൾ 1 പോയിൻറ്റ് 2 പോയിൻ്റൊക്കെ നമ്മൾ ഇതിൽ കണക്ക് കൂട്ടിയേ മതിയാവും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് മാറ്റുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളെ കവർ ചെയ്തുകൊണ്ടാണ് വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. നോക്കൂ, ഈ ഗ്രീനിൻ്റെ ബോഡിയെ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ വിക്കിനെയും കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഇനി കവർ ചെയ്യാനായിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നിന്നും താഴത്തേക്ക് കേവലം 160 പോയിൻറ്റിൻ്റെ മാറ്റം മാത്രം. അപ്പോൾ ഈ 2 ആഴ്ച എൻഗുൾഫിങ് ചെയ്തുകൊണ്ട് തന്നെ ഒരു റെഡ് ക്യാൻഡിൽ കഴിഞ്ഞ ആഴ്ച ഫോമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ആൾറെഡി ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാൻ തന്നെയാണ് ടെൻഡൻസി കൂടുതലായും കാണിച്ചു കൊണ്ടിരുന്നത്. നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈന് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. അതേസമയം ഇവിടെ നിന്ന് ഇങ്ങനൊരു ട്രെൻഡ് ലൈനും ഫോമായിട്ടുണ്ട്. ഈ ആഴ്ചയുടെ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ റെഡ് ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു റീടെസ്റ്റ് നടത്തുകയാണെങ്കിലും, അതായത് നാളെയല്ല അടുത്ത ആഴ്ച മൊത്തത്തിൽ റീടെസ്റ്റ് നടത്തുകയാണെങ്കിലും റീടെസ്റ്റ് നടത്തി ഏകദേശം ഇതിൻ്റെ ഹാഫ് വരെ അല്ലെങ്കിൽ കാൽഭാഗം വരെയൊക്കെ വന്ന് വീണ്ടും താഴത്തേക്ക് വരാം. ഓക്കെ, അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു റെഡ് ക്യാൻഡിൽ വരാം, ഇവിടെ അതിൻ്റെ വിക്ക് വരാം. ഓക്കെ, അതിൻ്റെ മേൽഭാഗത്ത് വിക്ക് വരാം. നോക്കൂ, ഇവിടെ ഈ ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി വീണ്ടും താഴെ വന്ന് വീണ്ടും ആ ട്രെൻഡ് ലൈനിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. നോക്കൂ, ഇവിടെ ഈ ട്രെൻഡ് ലൈനിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് മുകളിലേക്ക് വന്നു, ഇവിടെ ഒരു ലൈന് വെച്ചു, നേരെ താഴേക്ക് വന്നു, ഇവിടെ ഒരു ലൈന് വെച്ച് നേരെ താഴേക്ക് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി ഈ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്ത് ചെറുതായിട്ട് മുകളിലേക്ക് പോയി തിരിച്ച് താഴെ തന്നെ വന്നു, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നാളേക്ക് അടുത്ത ആഴ്ചയിലേക്ക് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിങ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയാണ്? 49,600
690, 49,700 എന്നുള്ള ഒരു ലെവൽ വരെ വരാം. അതിനും താഴെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ബോട്ടം ലൈന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ റേഞ്ച് തന്നെയാണ് കാണുന്നത്. ആ ബോട്ടം ട്രെൻഡ് ലൈനും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സിങ്, അതായത് ഈ ഇലക്ഷന് മുമ്പുണ്ടായിരുന്ന ലോ 46,170, 46,200 വരെ വന്നായിരിക്കാം ഒരു സപ്പോർട്ട് എടുത്ത് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോവുക 1 വീക്ക് ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇനി നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ തന്നെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ നോക്കൂ. ഇവിടെ നിന്നും ലോ വന്നു, വീണ്ടും ഇവിടെ ഒരു ചെറിയ സ്വിങ് വെച്ച് വീണ്ടും ലോ വന്നു, നേരെ ഈ എ എന്നുള്ള ആ ഹൈ ലെവലിന് മുകളിൽ പോയി, അല്പം മുകളിൽ പോയിട്ടാണ് വീണ്ടും താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ പാറ്റേൺ തന്നെയാണ്, നേരെ താഴേക്ക് വരാൻ തന്നെയാണ് നമുക്ക് സാധ്യതകൾ കൂടുതലും. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലെവലുകൾ തന്നെയാണ് നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലും കാണാൻ കഴിയുന്നത്. ഇനി 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ വെള്ളിയാഴ്ച എടുക്കാനുണ്ടായിരുന്ന ലെവലുകൾ ഏതായിരുന്നാലും അപ്പ് സൈഡിലേക്ക് നമുക്ക് ആ ലെവൽ എൻട്രി ലഭിച്ചിട്ടുണ്ടാവില്ല. ഡൗൺ സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സ്വിങ്ങിന് താഴെയാണ് നമ്മൾ തീരുമാനിച്ചത് 51,250 താഴെ. ഓക്കെ, 51,250 എത്രയോ താഴെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. നോക്കൂ, ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് ഒരു റീടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷേ അതുവരെ വന്നില്ല. അതിനുശേഷം ഒരു ചെറിയ ഒരു റീടെസ്റ്റ് ചെറുതായിട്ട് നടത്തിയിട്ട് വീണ്ടും താഴെ വരുന്ന സമയത്ത് നമുക്ക് ഈ റെഡ് ക്യാൻഡിൽ ബോഡി കണ്ട ഉടനെ നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി അങ്ങനെ എടുത്തു. നമുക്ക് 530 പോയിൻറ്റിൻ്റെ റാലി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക്, ഡേ ടൈം ഫ്രെയിമിലും അവർ ടൈം ഫ്രെയിമിലും ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു 500 പോയിൻറ്റ് റാലി പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളേക്ക് ഇൻ കേസ് മുകളിലേക്ക് തന്നെയാണ് തിരിച്ച് റിട്ടേൺ പോകുന്നതെങ്കിൽ 51,400 മുകളിലേക്ക് നിങ്ങൾ എൻട്രി എടുത്താൽ മതി. 51,400 മുകളിലേക്ക്. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ, കണ്ടിന്യൂ താഴേക്കാണ് തന്നെയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ചയിലെ ലോ ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ അതിനും ശേഷം ഇവിടെ ഒരു സിംഗുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഇതുവരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 50,280 താഴെ അങ്ങനെയാണെങ്കിൽ എൻട്രി എടുത്താൽ മതി. 50,280 താഴെ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാം, വാച്ച് ചെയ്യാവുന്നതാണ്. 49,660 വരെ. അതിനിടയ്ക്ക് ചെറിയ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ തന്നെ ഹോൾഡ് ആവില്ല, ലാൻഡ് ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഇങ്ങനെയും ട്രേഡിംഗ് സെറ്റപ്പ് പ്ലാൻ ചെയ്യാം. അടുത്തത് ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയിൽ ജസ്റ്റ് ഒന്ന് ലെവൽസ് ഒന്ന് പറഞ്ഞ് നമുക്ക് പോകാം. ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് വെള്ളിയാഴ്ച ഇതിന് താഴെയാണ് ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കൂ, 23,750 താഴെ. ഏതായിരുന്നാലും ഡൗൺ സൈഡിലേക്ക് സൂപ്പറായിട്ടൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കാം എൻട്രി എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് 220 പോയിൻറ്റിൻ്റെ റാലി ഫിൻ നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. വളരെ ധൈര്യത്തോടെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും മാർക്കറ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. ഇനി നാളെ താഴേക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ 23,470 താഴെ നിങ്ങൾ എൻട്രി എടുത്താൽ മതിയാവും. 23,470 താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാം. നിങ്ങൾക്ക് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ഇവിടെ ഈ ഒരു സിങ് ആക്ട് ചെയ്യും 23,280 വരെ. അതിനും താഴെ വരികയാണെങ്കിൽ നെക്സ്റ്റ് 23,200 വരെ. ഓക്കെ, ഇൻ കേസ് നാളെ മുകളിലേക്ക് തന്നെയാണ് റിട്ടേൺ അടിക്കുന്നതെങ്കിൽ ഇതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്തായാലും പെട്ടെന്ന് ആക്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല, കാരണം എത്രയോ താഴെയാണ്. 23,860 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലേക്കും എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നാളേക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയും നമുക്ക്
നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ തന്നെയാണ് സാധ്യത. അത്യാവശ്യം തെറ്റില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് എൻട്രി പറഞ്ഞിരുന്നത് ഈ ഒരു ലൈനിന് താഴെയാണ്. നോക്കൂ, 13,230 താഴെ ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റീടെസ്റ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് റെഡ് ബോഡി ഫോം ആവുന്ന സമയത്താണ് നോക്കൂ 110 പോയിൻറ്റിൻ്റെ റാലി. 110 പോയിൻ്റ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ തെറ്റില്ല. ഓക്കെ, അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്തവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ ഇൻ കേസ് മുകളിലേക്ക് തന്നെയാണെങ്കിൽ 13,300 മുകളിൽ തന്നെയാണ് നമുക്ക് എൻട്രി ഉള്ളൂ. 13,300 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്തു പോകാം. താഴേക്ക് നിങ്ങൾ ഇതുവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. 13,010 അല്ലെങ്കിൽ 13,000 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യട്ടെ. 13,000 എന്നുള്ളൊരു മേജർ സപ്പോർട്ട്, നേരത്തെ ആക്ട് ചെയ്തൊരു സപ്പോർട്ടാണിത്. അതിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് എൻട്രി എടുത്ത് വരാം. ആദ്യം നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഫില്ലാവുന്ന വരെ 12,950 വരെ. അതിനും താഴെ വരികയാണെങ്കിൽ ഒരു ഹ്യൂജ് ഫാള് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. 12,790, 12,800 വരെ. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലും ട്രേഡിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. ഈ 4 ഇൻഡെക്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും ഇതുപോലെ പഠിച്ച് കറക്റ്റായി നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് പ്രോപ്പറായ എൻട്രി എടുത്ത് പ്രോഫിറ്റോടെ ഇറങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് പണം എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുള്ള മേഖലയാണ്. ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. അതേപോലെ ഞങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ചാനലും ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ബൈ.